Hello all, welcome to Adda 24/7 Bankers Adda 24/7 Malayalam channel. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് പരീക്ഷ നടക്കാൻ പോവാണ് ഈ ശനി ഞായറുമായിട്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകളുടെ മാരത്തോൺ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദി സെഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ ആൻസേഴ്സ് ആൻഡ് ദെൻ വി വിൽ പ്രൊസീഡ് വിത്ത് ദ അസോസിയേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് മാരത്തോൺ ആണ്. അതുപോലെ തന്നെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് awarded the Nobel Prize in Physics 2022 for dash. ഏത് വിഷയത്തിനാണ് 2022 റോയൽ സ്വീഡിഷ് അക്കാഡമി തരുന്ന നോബൽ സമ്മാനം ഫിസിക്സിന് കൊടുത്തത്? ഏത് വിഷയത്തിനാണ് നോബൽ കൊടുത്തത്? 2022 അതുപോലെ തന്നെ 2023 നോബലുകളൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 23 നോബൽ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ എന്നാലും ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ 2022 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഹായ് അവിനാഷ്. യെസ്, അപ്പൊ എന്താണ് ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് awarded the Nobel Prize in Physics in 2022 for dash. ഉത്തരം അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഉത്തരം എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എക്സ്പെരിമെന്റ്സ് വിത്ത് entangled photons. No, it is not quantum theory. Okay, moon piece, it is not quantum theory, it is experiments with entangled photons. Okay, and experiments with entangled photons എന്ത് കിട്ടിയത്? നമുക്ക് നോബൽ പ്രൈസ് 2022 കിട്ടിയത്. ഇവൻ ദോ അത് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പോലും ഇറ്റ് വാസ് ഫോർ ദി എക്സ്പെരിമെന്റ്സ് വിത്ത് entangled photons. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അടുത്തായിട്ട് തോന്നും, പക്ഷെ അല്ല. എന്താണ് ഉത്തരം? എക്സ്പെരിമെന്റ്സ് വിത്ത് entangled photons ആണ്. 2023 നോബൽ ആണെങ്കിലോ അത് കൊടുത്ത് എന്താണ്? അത് ആറ്റോ സെക്കൻഡ് ലേസർ പൾസസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ആറ്റോ സെക്കൻഡ് ലേസർ പൾസസ്. ഓക്കെ, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എന്ത് കൊടുത്തത്? 2023 നോബൽ കൊടുത്തത്. അപ്പോൾ വ്യക്തികളുടെ പേര് ഒന്നുകൂടി നോക്കി വെക്കുക. അതല്ലാതെ എന്ത് ചെയ്യുക, എന്തിനാണ് കൊടുത്തത്? അതിപ്പോൾ ഫിസിക്സ് മാത്രമല്ല, ഫിസിക്സ് ആയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ വിഷയത്തിലെയും 2022 23 നോബൽസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, 23 ജസ്റ്റ് നോക്കിയാൽ മതി, 22 നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. യെസ്, ഇറ്റ് ഇസ് ഫോർ ആറ്റോ സെക്കൻഡ് ലേസർ പൾസസ്. ഓക്കെ, 2023 ആറ്റോ സെക്കൻഡ് ലേസർ പൾസസ് ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയാണ് കൊടുത്തത്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 degree Fahrenheit corresponds to dash interval between ice point and steam point of water. അല്ലെ, ബാക്കി എല്ലാ ഭാഗവും ഒരേതാണ്. ഈ ഓപ്ഷൻസിന്റെ എല്ലാ ഭാഗവും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എല്ലാ ഭാഗങ്ങളും സെയിം ആണ്. എന്താണ് വ്യത്യാസം? 1 by എത്രയാണെന്ന് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അല്ലെ, നമുക്ക് എന്ത് വായിക്കാം? 1 degree Fahrenheit corresponds to dash of the interval between ice point and steam point of water. നമുക്കറിയാം ഐസ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐസ് പോയിന്റ് ഓഫ് വാട്ടർ ആസ് വെൽ as സ്റ്റീം പോയിന്റ് ഓഫ് വാട്ടർ, രണ്ട് തരം യൂണിറ്റുകളാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അല്ലെ, ഐസ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഇസ് 0 degree Celsius. അതായത് ജലം സോളിഡ് ആവുന്ന, ഐസ് ആവുന്ന പോയിന്റ് ആണ് ഇത് ഐസ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ സ്റ്റീം പോയിന്റ്? ജലം സ്റ്റീം ആവുന്ന പോയിന്റ് ഇറ്റ് ഇസ് 100 degree Celsius. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റിൽ എങ്ങനെയാണത്? ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർഷൻ നമുക്ക് അറിയണം. എന്താണ് കൺവേർഷൻ? ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ആണ് എന്താവുന്നത്? ഫാരൻഹീറ്റ് ആവുന്നത്. ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻഹീറ്റിലുള്ള ഉത്തരം കിട്ടും. ഓക്കെ, ദിസ് ഇസ് വെരി കോമൺ. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോർഷൻ ആണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കൺവേർഷൻ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ആൻഡ് ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ 0 degree Celsiusന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 32 എന്ന് കിട്ടും. അല്ലെ, 32 degree ഫാരൻഹീറ്റ് എന്ന് കിട്ടും. കാരണം ഈ ഹോൾ ടേം 0 degree Celsius ഇൻറ്റു 9/5 ഈക്വൽ ടു 0 പ്ലസ് 32 മാത്രം വരുമ്പോൾ കിട്ടും. ഇനി 100 degree Celsius ആണെങ്കിലോ 100 ഇൻറ്റു, ഞാൻ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കാണിക്കുന്നത്, 9/5 പ്ലസ് 32. സംഭവം ശരിക്കും സിമ്പിൾ ആണ്, പക്ഷെ എന്താണ്, നമുക്ക് ആ സ്റ്റെപ്പ് അറിയണമെന്നേ ഉള്ളൂ. ഓക്കെ, 20 × 9 is 180, 180 plus 32 will give you 212 degree Fahrenheit. Okay, so it will be 212 degree Fahrenheit. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 1 degree Fahrenheit എത്ര ഇതിന് കറസ്പോണ്ടിങ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, അപ്പൊ 32 മുതൽ 212 വരെ, നമ്മൾ 0 മുതൽ 100 വരെ നമ്മളൊരു സ്കെയിൽ വരച്ച് നമുക്ക് എത്ര ഡിവിഷൻസ് ഉണ്ടാവും? യു വിൽ ഹാവ് 100 ഡിവിഷൻസ്. അല്ലെ, 0 മുതൽ 100 വരെ നമ്മളൊരു സ്കെയിൽ വരച്ച് നമുക്ക് എന്തുണ്ടാവും? 100 ഡിവിഷൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 32 ഡിഗ്രി മുതൽ 212 വരെ വരച്ചാൽ നമുക്ക് എത്ര ഡിവിഷൻസ് ആണ് ഉണ്ടാവുക? എത്ര ഉണ്ടാവുക? ഇറ്റ് ഇസ് 212 മൈനസ് 32 വിച്ച് വിൽ ഗിവ് യു 108. അപ്പൊ എത്ര ഉണ്ടാവുക? 180 ഡിവിഷൻസ് ആണ് എവിടെ ഉണ്ടാവുക? ഒരു ഫാരൻഹീറ്റ് സ്കെയിലിൽ ഉണ്ടാവുക. അതായത് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ഇടയിൽ നമ്മൾ ഐസ് പോയിന്റ് 32 degree Fahrenheit ആസ് വെൽ as സ്റ്റീം പോയിന്റ് 212 degree Fahrenheit. അപ്പൊ ഇത് നമുക്ക് അറിയാമെങ്കിൽ എന്തറിയാം? ഈ ഡിവിഷൻ ആയിട്ട് വരുന്ന എത്രയായിരിക്കും? 180 ആയിരിക്കും എന്ന് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ, ഇവിടെ 100 ഡിവിഷൻസ് വരാൻ കാരണം എന്താണ്? 100 മൈനസ് 0 ചെയ്തതാണ്. അല്ലെ, 100 മൈനസ് 0 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? ഡിഗ്രി സെൽഷ്യസിൽ 100 ഡിവിഷൻസ് വന്നു. അല്ലെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 212 മൈനസ് 32 ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു?
180 ഡിവിഷൻസ് എന്ന് കിട്ടുന്നു. സോ ദ ആൻസർ ഇസ് 1/180 ഓഫ് ദി ഇന്റർവെൽ ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ് ഓഫ് വാട്ടർ കറസ്പോണ്ടിങ് ടു 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് സൈസ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഡാഷ്. അറ്റോമിക് സൈസ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഡാഷ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ? എത്രയാണ് അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1 ആംസ്ട്രോങ് അല്ലെ? നമ്മൾ പറയാം അറ്റോമിക് സൈസ് നമ്മൾ എങ്ങനെയാണ് പറയാ? ഇറ്റ് ഇസ് ഗിവൻ ബൈ 1 ആംസ്ട്രോങ് അല്ലെ? 1 ആംസ്ട്രോങ്ങിനാണ് നമ്മൾ അറ്റോമിക് സൈസ് എന്ന് പറയാം. 1 ആംസ്ട്രോങ് ഇസ് ഗിവൻ ബൈ, അറിയാമോ 1 ആംസ്ട്രോങ് എത്രയാണ് തരുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഇസ് 10⁻⁻10 മീറ്റേഴ്സ് ആണ് അല്ലെ? 10⁻⁻10 മീറ്റേഴ്സ് ആണ് എന്താവുക ഒരു ആംസ്ട്രോങ് ആയിട്ട് വരുന്നത്. പക്ഷെ എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചത്? എന്താണ്? അറ്റോമിക് സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 1 ആംസ്ട്രോങ് ആണ്, ഇറ്റ് ഇസ് 10⁻⁻10 മീറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്താണ് ഇവിടെ നിങ്ങളെ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളെ കൺഫ്യൂസ് ആക്കുന്നത്. there is 10⁻⁻10 അല്ലെ? അപ്പൊ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും അത് കൊടുക്കാൻ. യെസ്, അതാണ് അവിനാശ് പ്രശ്നം. നമുക്ക് സി കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. കണ്ടോ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസിലുള്ള ട്രാപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. അതിനാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. മനസ്സിലായോ? എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചോദ്യത്തിന്റെ ഉത്തരമാണെങ്കിലും ഫിസിക്സ് പ്രത്യേകിച്ച് എഴുതും എന്ത് ചെയ്യുക, യൂണിറ്റ് എന്താണെന്ന് നോക്കിയിട്ട് മാത്രം ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ യൂണിറ്റ് എന്താണ് വന്നിരിക്കുന്നത്? ഇറ്റ് ഇസ് സെന്റിമീറ്റേഴ്സ് അല്ലെ? നമുക്കറിയാം 10⁻⁻10 മീറ്റേഴ്സ് ആണ് എന്ത് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ? 1 ആംസ്ട്രോങ് ഇസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റേഴ്സ് ആണ്. വി നീഡ് ഇറ്റ് ഇൻ സെന്റിമീറ്റേഴ്സ്. സോ മീറ്റേഴ്സ് നമുക്ക് എന്താക്കണം? സെന്റിമീറ്റേഴ്സ് ആക്കണം. മീറ്റേഴ്സിനെ സെന്റിമീറ്റേഴ്സ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 100 ചെയ്യും അല്ലെ? ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റേഴ്സിന്റെ കൂടെ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 10⁻2 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1 ആംസ്ട്രോങ് ഇസ് ഈക്വൽ ടു 10⁻⁻10 ഇസ് ഈക്വൽ ടു 10⁻⁻10 ഇൻറ്റു 10⁻2 സെന്റിമീറ്റേഴ്സ് അല്ലെ? സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇസ് no, it is again not 10⁻⁻12, it is 10⁻⁻8 because -10 plus 12 ആണ് അല്ലെ? a raised to m into a raised to n is equal to a raised to m plus n അല്ലെ? മനസ്സിലായോ? a raised to m into a raised to n is equal to a raised to m plus n. So you will get it as a raised to for 10 ആണ് 10 raised to -10 into 10 raised to 2. So you will get it as 10 raised to -10 plus 2, which will give you 10 raised to -8. The answer is 10 raised to -8 centimeter. The answer is D. മനസ്സിലായോ? നമ്മൾ മനസ്സിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് സയൻസ് വരുന്ന കാൽക്കുലേഷൻസ് ഒന്നും മൈൻഡിൽ ചെയ്യരുത്. തെറ്റാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. മനസ്സിലായോ? നമ്മൾ മൈനസ് സൈൻ വരുന്നത്, അതുപോലെ ഡെസിമൽസ് വരുന്നത്, ഫ്രാക്ഷൻസ് വരുന്ന ഒന്നും മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്. തെറ്റിപ്പോവും. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റാതെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഒരിക്കലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യരുത്? മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതരുത്. തെറ്റാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് മെർക്കുറി പ്ലേസ്ഡ് ഓൺ എ ക്ലീൻ ഗ്ലാസ് പ്ലേറ്റ് assume spherical shapes. The reason behind this is dash. Small quantities of mercury placed on a clean glass plate assume spherical shapes. The reason behind this is dash. എന്ത് കാരണം കൊണ്ടാണ് പ്ലേറ്റിൽ വെക്കുന്ന മെർക്കുറി വളരെ തുള്ളികളായിട്ട് നമ്മൾ ഇടുന്ന മെർക്കുറി കണ്ടിട്ടില്ലേ? അത് സ്ഫെറിക്കൽ ഷേപ്പാണ് എടുക്കുക. ഓക്കെ, യെസ്, ഓക്കെ മോൺ പ്ലീസ്. അത് എന്തുകൊണ്ടാണ് ആ ഷേപ്പ് എടുക്കുന്നതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഇസ് ദ റീസൺ? അല്ലെങ്കിൽ ജലത്തുള്ളികൾക്ക് ഗോളാകൃതി ലഭിക്കുന്നത് എന്തുകൊണ്ട്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്സ്. വൈ? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് കാരണം? The only reason is, comment you. The only reason is surface tension. Yes, Moon piece, very good. The answer is correct. It is surface tension. എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് നമ്മൾ ഒരു രൂപം എടുക്കാനായിട്ട് ഈ ജലത്തുള്ളികൾ മെർക്കുറിയൊക്കെ ശ്രമിക്കും. എന്താ ചെയ്യാൻ? ഈ ബൾക്കിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിനെ അകത്തേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായോ? ഈ ബൾക്കിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സർഫസിലുള്ള മോളിക്യൂൾസിനെ അകത്തേക്ക് വലിക്കാനായിട്ട് ശ്രമിക്കും. സോ ദേ ടെൻഡ് ടു ഓക്യുപ്പൈ സച്ച് എ ഷേപ്പ് വിച്ച് ഹാസ് ലീസ്റ്റ് സർഫസ് ഏരിയ. മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ ഉള്ള ഷേപ്പ് എടുക്കാനാണ് ആര് ശ്രമിക്കുക? ഈ ഒബ്ജക്ട്സ്, ഈ സാധനങ്ങൾ, ഈ ലിക്വിഡ്സ് ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവരെന്താണ്, അവർ ബൾക്കിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ പുറത്തുള്ള സാധനങ്ങളെ പിടിച്ച് വലിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ ദേ ഒക്യുപ്പൈ ദ ഷേപ്പ് ഓഫ് സ്ഫിയർ. മനസ്സിലായോ? ദേ ഒക്യുപ്പൈ ദ ഷേപ്പ് ഓഫ് എ സ്ഫിയർ. ഈവൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആസ് വെൽ ആസ് മെർക്കുറി എല്ലാം എന്ത് ചെയ്യുന്നു? സ്ഫെറിക്കൽ ഷേപ്പാണ് എടുക്കുന്നത്. ദ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദി സർഫസ് ടെൻഷൻ. Okay, let's move on to the next question. A cricket ball is thrown up making an angle of 45 degrees with the horizontal. The angle between the velocity and the acceleration when the ball is at maximum height is dash. Projectile motion ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. A cricket ball is thrown up making an angle 45 degrees with the horizontal. Okay, so we have a horizontal
and a cricket ball is thrown up. Okay, it's making an angle of 45 degrees with the horizontal. And what is the angle between velocity and acceleration when the ball is at its maximum height? Maximum height എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ? So this will be the point of maximum height. അങ്ങനെയാണെങ്കിൽ what will be the angle between velocity and acceleration എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കറിയാം വെലോസിറ്റി ഏത് ഡയറക്ഷനിലൂടെയാണ്? ഈ ഒബ്ജക്റ്റ് പോകുന്നതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നത് അല്ലേ? വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നതാണ് എങ്ങനെയാണ്? ടാൻജൻഷ്യൽ ഡയറക്ഷനിലൂടെയാണ് എപ്പോഴും വെലോസിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന്റെ ടാൻജൻഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി ഡയറക്ഷൻ എടുക്കാൻ പറ്റും. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് അതിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉറപ്പായിട്ട് ഉണ്ട്. ഇനി ആൻഡ് ഓൾസോ വി ഹാവ് ആക്സലറേഷൻ അല്ലെ? ഒരു പ്രൊജക്ടൈൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഏത് മാത്രമാണ്? ഒരേ ഒരു ആക്സലറേഷൻ മാത്രമാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദ ഓൺലി ആക്സലറേഷൻ ദാറ്റ് ആക്ട്സ് ഓൺ ദി ഒബ്ജക്ട് ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ? ആ ഒബ്ജക്റ്റ് മുകളിൽ പിന്നെ ആക്ട് ചെയ്യുന്നത് മാത്രമാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ഓൾവേസ് ഡൗൺവേർഡ്സ് അല്ലെ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ് അല്ലെ? ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആണ് എന്ത് വരുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാട്ട് ഡു വി ഗെറ്റ് ആസ് ആൻ ആൻസർ? എന്താണ് അവിടെ ലഭിക്കുന്നത്? നമുക്ക് ഈ ഡയറക്ഷനിൽ വെലോസിറ്റി അല്ലെ? ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ. വി ഗെറ്റ് ദ ആംഗിൾ ആസ് 90 degrees at maximum height. കണ്ടോ? വെലോസിറ്റി ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, ആക്സലറേഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്കാണ് വരുന്നത് അല്ലെ? സോ അറ്റ് ദ മാക്സിമം ഹൈറ്റ് വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 90 degree. കിട്ടിയോ? ജസ്റ്റ് ആ ഇമേജ് ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് കിട്ടാവുന്ന ഉത്തരേ ഉള്ളൂ. മനസ്സിലായോ? അത് പ്രൊജക്ടൈൽ മോഷൻ ആണെന്ന് മനസ്സിലാക്കുക. ക്രിക്കറ്റ് ബോൾ ത്രോൺ അപ്പ് ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? എന്താണ് 45 ഡിഗ്രി? ഇറ്റ് ഇസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇറ്റ് ഇസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. Okay, it is the angle of projection. Okay, കിട്ടിയോ? Yes, it is perpendicular. Yes, very good, Moonpiece. It is perpendicular. Let's move on. When a body is moved from equator to the south pole, its weight dash. When a body is moved from equator to the south pole, its weight dash. അതായത് ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ബോഡിയുടെ വെയിറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഇസ് ആർ എർത്ത് അല്ലെ? ഇറ്റ് ഹാവിംഗ് എ ജിയോയിഡ് ഷേപ്പ്. ദിസ് ഇസ് ദി ഇക്വേറ്റർ ആൻഡ് ദിസ് ഇസ് ദി പോൾസ്. Now we need south pole അല്ലെ? This is north pole and this is south pole. നമ്മൾ എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്ററിൽ നിന്നും മൂവ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? സൗത്ത് പോളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ വെയിറ്റ് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം അല്ലെ? അപ്പൊ വെയിറ്റ് അറ്റ് ഇക്വേറ്റർ ഉണ്ട്, വെയിറ്റ് അറ്റ് സൗത്ത് പോളും ഉണ്ട്. വെയിറ്റ് അറ്റ് ഇക്വേറ്റർ നമുക്കറിയണം, അതുപോലെ എന്തറിയണം? വെയിറ്റ് അറ്റ് സൗത്ത് പോളും നമുക്കറിയണം അല്ലെ? നമുക്ക് എന്തറിയാം? റേഡിയസ് അറ്റ് ഇക്വേറ്റർ. നമ്മൾ ഈ റേഡിയസ് വരയ്ക്കാന്ന് വിചാരിക്കാം. റേഡിയസ് അറ്റ് ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് RE അല്ലെ? റേഡിയസ് ടു ദ പോൾസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഇസ് RP എന്ന് നമുക്ക് എടുക്കാം അല്ലെ? RE എന്നും RP എന്നും എടുക്കാം. ഓക്കെ, ഈ സ്മൂൺ പീസ് ഡിക്രീസ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, RE is the radius at the equator and RP is the radius at the poles. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? RE ഉണ്ട്, RE is greater than RP നമുക്ക് എഴുതാം. എഴുതി കൂടെ? എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? Why is RE greater than RP? Why is RE greater than RP? ഒറ്റ കാരണേ ഉള്ളൂ. എന്താ വെച്ചാൽ എർത്തിന് ഒരു ജിയോയിഡ് ഷേപ്പാണ്. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി സ്ഫെറിക്കൽ. എർത്ത് എന്ത് ചെയ്യുന്നു? സ്ഫിയറിന് മുകളിലും താഴെ നമങ്ങി പോയൊരു ജിയോയിഡ് ഷേപ്പിലാണ് ആയിരിക്കുന്നത്? നമ്മുടെ എർത്ത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇക്വേറ്റർ റേഡിയസ് ഇസ് കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ ദാൻ ദി റേഡിയസ് അറ്റ് ദി പോൾസ് എന്ന് പറയാം അല്ലെ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇക്വേറ്റർ റേഡിയസ് ഇസ് കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ ദാൻ ദി റേഡിയസ് അറ്റ് ദി പോൾസ് നമുക്ക് പറയാം അല്ലെ? ഫ്രം the equation for acceleration due to gravity, we also know that small g is equal to gm by r square അല്ലെ? gm by r square എന്താണ്? നമുക്ക് ഈ സവിനാശ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, gm by r square ആണ് എന്താ? നമുക്ക് സ്മോൾ ജിയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലെ? നമുക്കറിയാം RE is greater than RP അല്ലെ? ആൻഡ് വി ഓൾസോ നോ ദാറ്റ് g is inversely proportional to r. അപ്പൊ എന്തായി? RE greater than RP ആവുമ്പോൾ GP എന്തായിരിക്കും? GE will be less than GP ആയിരിക്കും. GE will be less than GP ആയിരിക്കും. എന്തുകൊണ്ടാണ്? Because G and R are inversely proportional അല്ലെ? As G and R are inversely proportional, we can safely say that GE is less than GP എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അർത്ഥം? G is greater than in poles than at the equator. Acceleration due to gravity. Acceleration ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. Acceleration due to gravity is greater at poles. At poles is greater than at equator. മനസ്സിലായോ? ഇക്വേറ്റർ ഉള്ളതിനേക്കാളും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയാണ് കൂടുതൽ? പോൾസിലാണ് കൂടുതൽ. ആൻഡ് വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ വെയിറ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എങ്ങനെയാണല്ലോ പിടിക്കുക? വെയിറ്റ് എങ്ങനെ പിടിക്കുക? ഇറ്റ് ഇസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ? വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഇസ് ഐഡന്റിഫൈഡ് ബൈ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഇസ് ഗിവൺ ബൈ m ഇൻറ്റു
G equator. ഇവിടെയാണെങ്കിലോ M into G poles. And we know that at poles എന്ത് ചെയ്യുന്നു? GP കൂടുതലാണ് അല്ലേ? Mass of the object remains constant, whereas GP is greater than G equator. അല്ലേ? G at poles is greater than G at equator. അതുകൊണ്ട് നമുക്ക് സേഫ്ലി എന്ത് പറയാൻ പറ്റും? Weight of the object at pole is greater than weight of the object at equator. നമുക്ക് സേഫ്ലി പറയാനായിട്ട് പറ്റും. Weight of the object at poles is greater than weight of the object equator നമുക്ക് പറയാം. നമ്മൾ സാധാരണ ഇതിൽ എന്താ പറയാ? സ്വർണ്ണം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്ററിന് വാങ്ങാം, എന്നിട്ട് പോൾസ് കൊണ്ട് വിൽക്കാന്ന് പറയും. ഓക്കെ, ഇക്വേറ്ററിന് വാങ്ങുമ്പോൾ എന്താണ് വെയിറ്റ് കുറവാണ്, പക്ഷെ പോൾസ് കൊണ്ട് വിൽക്കുമ്പോഴോ കുറച്ച് വെയിറ്റ് കൂടും. സോ വി ഹാവ് ടു നോ ദാറ്റ് പോൾസ് എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, ഡിക്രീസ് അല്ല ചെയ്യുന്നത്. ഓക്കെ, മൂൺ പീസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു 3-4 സ്റ്റെപ്പ് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ ജിയുടെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ആറും ജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതി. സോ ആർ അറ്റ് ഇക്വേറ്റർ ഗ്രേറ്റർ ആയതുകൊണ്ട് ജി അറ്റ് ഇക്വേറ്റർ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. ജിയുടെ വാല്യൂ കുറയും തോറും എന്ത് കുറയും? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് കുറയും. Okay, and what is the unit of weight? What is the unit of weight? Weight in the unit എന്താണ്? It is Newton. Okay, അറിഞ്ഞു വെക്കുക, unit of weight is Newton. തെറ്റിക്കരുത്, unit of weight is given by Newton and it is not kilogram. Okay, let's move on to the next question. Arrange microwaves, ultraviolet rays, radio waves and infrared rays in the ascending order of their energy. In the ascending order of their energy. Energy കൂടി വരുന്ന രീതിയിലേക്ക് ഈ വേവ്സിനെ അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി കൂടി വരുന്ന രീതിയിലേക്ക് ഈ വേവ്സിനെ അറേഞ്ച് ചെയ്യുക. എങ്ങനെയാണ് വരിക? എങ്ങനെയാണ് വരിക? വിച്ച് ഓഫ് ദം? അസെൻഡിങ് ഓർഡർ എന്താണ്? ലോവർ ടു ഹയർ എനർജിയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 to 100 ആണ്. അപ്പൊ ലോവർ ഹയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ എനർജി കൂടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി മസ്റ്റ് ഇൻക്രീസ് അല്ലെ? ഫ്രീക്വൻസി ന്യൂ എന്നാണ് നമുക്കറിയാം, വേവ് ലെങ്ത് ലാംഡ ആണ് നമുക്കറിയാം അല്ലെ? വേവ് ലെങ്ത് ലാംഡ ആണ് നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലെ? ആൻഡ് വി നോ ദാറ്റ് എനർജി ഇ ഈസ് ഗിവൺ ബൈ എച്ച് ന്യൂ അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പൊ ന്യൂ ആണ്, ഫ്രീക്വൻസി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ലോവർ ടു ഹയർ ഫ്രീക്വൻസി എഴുതണം അല്ലെ? ലോവർ ടു ഹയർ ഫ്രീക്വൻസി എഴുതുക. വേവ് ലെങ്ത് ആണെങ്കിലോ ഹയർ ടു ലോവർ വേവ് ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യുക? ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. യെസ് യെസ്, ഇവിടെ എന്താണ് ഉത്തരം വരിക? ഏതാണ് ഏറ്റവും ലോവർ എനർജി ആയിട്ട് വരിക? ഇറ്റ് ഇസ് റേഡിയോ വേവ്സ്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് എനർജി ആർക്കാണ്? ഇറ്റ് ഇസ് ഫോർ റേഡിയോ വേവ്സ്. ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ, നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണം. റേഡിയോ വേവ്സിന്റെ എനർജി ഇസ് ലെസ് ദാൻ മൈക്രോവേവ്സ്, it is less than IR, again less than visible, it is less than ultraviolet, and it is less than X-ray, and it is less than gamma ray. Which means gamma rays ആണ് എന്തുള്ളത്? ഏറ്റവും കൂടിയ എനർജി ഉള്ളത്, ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ള ആർക്കാണ്? അത് റേഡിയോ വേവ്സിന് ആണ്. ഓക്കെ, സോ എന്തായിരിക്കും ഈ തന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ച് ഏതായിരിക്കും? റേഡിയോ, മൈക്രോ, IR, UV അല്ലെ? റേഡിയോ, മൈക്രോ, IR, UV. ദ ആൻസർ ഇസ് സി. സി ആണ് നമുക്ക് എന്തായിട്ട് വരിക? ഉത്തരമായിട്ട് വരിക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും കുറഞ്ഞ എനർജി ആർക്കാണ്? ഇറ്റ് ഇസ് ഫോർ റേഡിയോ വേവ്സ്. അതായത് റേഡിയോ വേവ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് വേവ് ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെ നീങ്ങി വരുന്നതോറും എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഫ്രീക്വൻസി കൂടി വരും അല്ലെ? നമ്മൾ റേഡിയോ വേവ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേവ് ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷെ എന്താണ്? ഫ്രീക്വൻസി വളരെ കുറവാണ്. നമ്മൾ ഈ ഗാമയിലേക്ക് എത്തുമ്പോഴേക്കും എന്താവും? ഭയങ്കര അടുത്തടുത്തുള്ള ഫ്രീക്വൻസി നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എനർജി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറിയുന്നത്. ഇത് പഠിക്കാൻ കോഡായിട്ടൊന്നുമില്ല മുൻപീസ്, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. റേഡിയോ, മൈക്രോ, IR, വിസിബിൾ, UV, X-ray, ഗാമ റേ. ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റേഡിയോ, മൈക്രോ, IR, വിസിബിൾ, UV, X-ray ആൻഡ് ഗാമ റേ. കിട്ടിയോ? ഐ ക്യാൻ ഷോ യു ഇമേജ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, പഠിക്കുക. കിട്ടിയോ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ എന്താണ്? ഇത് റേഡിയോ വേവ്സ് ആണ് ഏറ്റവും കുറഞ്ഞ എനർജി അല്ലെ? ഇവിടെ എന്താണ്? വേവ് ലെങ്ത് ഡിക്രീസിങ്. ഇങ്ങനെ പോകുന്നതോറും വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. വിച്ച് മീൻസ് ഫ്രീക്വൻസി ഇസ് ഇൻക്രീസിങ് അല്ലെ? ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. വിച്ച് മീൻസ് എനർജി എന്ത് ചെയ്യുന്നു? എനർജി ഓൾസോ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഓർഡർ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഇതിന്റെ ഓർഡർ എന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് ഒന്ന് പഠിക്കാം. ഓക്കെ, റേഡിയോ, മൈക്രോ, IR, visible, UV and X-rays. അത് കഴിയുമ്പോൾ ഗാമ റേസ്. Okay, let's move on to the next question. When a force is applied on a moving body, its motion is retarded, then the work done is dash. When a force is applied on a moving body, its motion is retarded, then the work done is dash. നമ്മൾ ഒരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുക്കുന്നു.
ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആൻഡ് ഇറ്റ്സ് മോഷൻ ഇസ് റിട്ടാർഡഡ്. അതിനർത്ഥം എന്താണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായി, നെഗറ്റീവ് ആയി എന്നാണ് അർത്ഥം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ടേൺസ് ഔട്ട് ടു ബി നെഗറ്റീവ്. അല്ലെ, നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്ന ബോഡി എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് അർത്ഥം. മനസ്സിലായോ? ദ ബോഡി ഈസ് മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് എന്താ റിട്ടാർഡഡ് എന്നതിന്റെ അർത്ഥം. ഒബ്ജക്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, യെസ് 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 യെസ്, വെരി ഗുഡ് അവിനാഷ്, ദ ആൻസർ വിൽ ബി ബി. എന്തുകൊണ്ടാണ്, എസ് നെഗറ്റീവ് ആയിട്ട് വരും, അതായത് എന്താണ് 180 ഡിഗ്രിയാണ് ഡിഫറൻസ് വരും. ഓക്കെ, ലെറ്റ്സ് നോട്ട് എസ് എസ് നെഗറ്റീവ്, ലെറ്റ്സ് ടേക്ക് എസ് എസ് പോസിറ്റീവ് ഓൺലി, ബട്ട് ദ എന്താ പറയാ ആംഗിൾ ഇസ് 180 ഡിഗ്രി. നമുക്ക് എന്തറിയാം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. cos 180 degree is equal to -1. So f into s into -1 ആണ് നമുക്ക് കിട്ടുക, which is equal to minus fs. The answer will be a negative. Work done will be negative. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ മൂവ്മെന്റ് ഉണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആംഗിൾ -180 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നെങ്കിൽ എന്താണ്, വർക്ക് ഡൺ നെഗറ്റീവ് ആയിട്ടാണ് വരും. യെസ്, വെരി ഗുഡ്. The answer is B, negative. Okay, let's move on to the next question. The minimum velocity required by a satellite to escape Earth's gravitational pull is dash. The minimum velocity required by a satellite to escape Earth's gravitational pull. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മിനിമം വെലോസിറ്റി ഓരോ ഒബ്ജക്റ്റിന് വേണം. ഇപ്പൊ നമ്മൾ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുക എങ്ങനെയാണ്, ഈ റോക്കറ്റുകൾക്ക് എന്താണ്, നമ്മൾ വിക്ഷേപിക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന ഒരു വെലോസിറ്റി ഉണ്ട് അല്ലെ. അവർ ഇന്ന വെലോസിറ്റി ട്രാവൽ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ എതിർത്തുകൊണ്ട് അവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് മുകളിലേക്ക് എന്തെറിഞ്ഞാലും എന്ത് ചെയ്യും, അത് അതുപോലെ തിരിച്ച് താഴോട്ട് വരും അല്ലെ. അപ്പൊ ആ വരവിനെ തടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മിനിമം വെലോസിറ്റി കൊടുക്കണം. ആ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഇറ്റ് ഇസ് ദി എസ്കേപ്പ് വെലോസിറ്റി. ഇറ്റ് ഇസ് ദി എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാമോ? എസ്കേപ്പ് വെലോസിറ്റി VE is given by √2 gm/r, or it is equal to √2 g into r. ഈ G നോക്കി വെക്കാം കേട്ടോ. ക്യാപിറ്റൽ G എന്താണ്, it is universal gravitational constant, which is given by 6.673 into 10⁻⁻11 Newton meter square per kilogram square. Okay, whereas small g is equal to acceleration due to gravity. ഈ G എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ഏതാ G എഴുതിയിരിക്കണേ നോക്കണേ, രണ്ടും G ആയതുകൊണ്ടേ മാറിപ്പോകരുത്. ഇറ്റ് ഇസ് 9.8 meter per second square. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ആൻസർ? യെസ്, ദ ആൻസർ ഇസ് ഡി, 11.2 kilometers per second ആണ്. ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ നോക്കുന്നത്, യൂണിറ്റ് ആണ് അല്ലെ. 11.2 ആണ് നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ 11.2 എന്ന് കാണുമ്പോൾ തന്നെ കൊണ്ട് കുത്തരുത്. കാരണം എന്താണ്, നോക്കൂ 1.12 11.2 kilometer per hour, അതുപോലെ എന്താണ് 11.2 kilometer per second. ആൻസർ ഇസ് 11.2 kilometer per second. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് നമ്മളെ പറ്റിക്കാൻ എപ്പോഴും നോക്കാറുണ്ട്, നിങ്ങൾ ആ ട്രാപ്പിൽ വീഴരുത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വാസ് ബിൽഡ്? ഇന്ത്യയിൽ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബിൽഡ് ചെയ്തത്? ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സാധാരണഗതിയിൽ ഈ പരീക്ഷകൾക്ക് ജനറൽ നോളജിൽ ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് ചോദിച്ചത്. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനമല്ല എങ്കിൽ പോലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ കുറെ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട് അല്ലെ. 2 ന്യൂക്ലിയർ പ്ലാന്റുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ഇറ്റ് ഇസ് തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടുടെ എന്തുള്ളത്, 2 ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ളത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ വന്നത് എവിടെയാണ്? ഇറ്റ് ഇസ് മഹാരാഷ്ട്ര, ഇറ്റ് ഇസ് താരാപൂർ. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്രയിൽ എന്തുണ്ടാവുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഉത്തർപ്രദേശിലുണ്ട് നറോറ, കർണാടകയിലുണ്ട് കൈഗ, തമിഴ്നാട്ടിലുണ്ട് കൽപ്പാക്കം ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഏതാണ്? എനിക്ക് പേര് കിട്ടുന്നില്ല, കെ വെച്ചുള്ള പേര് തന്നെയാണ്. കൽപ്പാക്കോ കൂടംകുളവും. ഓക്കെ, കൽപ്പാക്കം ആൻഡ് കൂടംകുളം, ഇത് രണ്ടും എവിടെയുണ്ട്? തമിഴ്നാടും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് തമിഴ്നാടു. ബട്ട് വേറസ് ആദ്യം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് മഹാരാഷ്ട്ര, താരാപൂർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന് എന്താണ്? ഇറ്റ് ഇസ് ബി, മഹാരാഷ്ട്ര ആൻഡ് താരാപൂർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following has higher inertia? ഈ തന്നിരിക്കുന്നതിൽ ഏത് വസ്തുവിനാണ് ഇനേർഷ്യ കൂടുതലായിട്ട് ഉള്ളത് എന്നാണ് ചോദ്യം. Which of the following has higher inertia? ഓക്കെ, അപ്പൊ ഇനേർഷ്യ എന്താണ്? ഇറ്റ് ഇസ് എ നാച്ചുറൽ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജക്ട് ടു റെസിസ്റ്റ് എ ഫോഴ്സ് ആക്ടിംഗ് അപ്പോൺ ഇറ്റ്. അല്ലെ, ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഒരു വസ്തുവിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്ട് ആദ്യം എന്ത് ചെയ്യും, അതിനെ തടയാനായിട്ട് ശ്രമിക്കും. ആ തടയാനായിട്ട് ശ്രമിക്കുന്നതിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഇനേർഷ്യ എന്ന് വിളിക്കുന്നത് ആണല്ലോ. അങ്ങനെ ആ ഹയർ ഇനേർഷ്യ ഉള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏത് വസ്തുവിനാണെന്നാണ് ചോദ്യം. ഓക്കെ,
സണ്ണിനാണോ മൂണിനാണോ എർത്തിനാണോ മെർക്കുറിക്കാണോ കൂടിയ ഇനേർഷ്യ ഉള്ളത്? എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? സണ്ണിനാണോ മൂണിനാണോ എർത്തിനാണോ മെർക്കുറിക്കാണോ കൂടുതൽ ഇനേർഷ്യ ഉള്ളത്? യെസ്, അവിനാശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ബാക്കി ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? യെസ്, ദ ആൻസർ ഇസ് റൈറ്റ് അവിനാശ്. ഇറ്റ് ഇസ് ടു ദി സൺ. എന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഡിപ്പെൻസ് അപ്പോൺ ദി മാസ് ഓഫ് ദി ഒബ്ജക്ട്. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് മാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇനേർഷ്യ ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ് മാസ് എന്ന് പറയുന്നത്? ഓൺലി റീസൺ ഇസ് ദാറ്റ് ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്ട്, ഇപ്പൊ ഒരു എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് ഉണ്ട്, ഒരു ബി എന്ന് പറയുന്ന ഒബ്ജക്ട് ഉണ്ട്, ഒരു സി എന്ന് പറയുന്ന ഒബ്ജക്ട് ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരേ മെറ്റീരിയൽ കൊണ്ടാണെങ്കിൽ ഇത് മൂന്നിലേക്ക് നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് കൊടുത്താൽ, ഇത് മൂന്നിലേക്ക് നമ്മൾ ഒരേ എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കുകയാണ് എഫ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ ഏതാണ് ഏറ്റവും ആദ്യം മൂവ് ചെയ്യാൻ സാധ്യത? ഏറ്റവും ആദ്യം മൂവ് ചെയ്യാൻ സാധ്യത എന്താണ്? അത് എ ആണ് അല്ലെ? അതിന്റെ മാസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും കുറവാണ്. രണ്ടാമത് ആരായിരിക്കും മൂവ് ചെയ്യുക? രണ്ടാമത് മൂവ് ചെയ്യുന്ന ആരായിരിക്കും? ഇറ്റ് ഇസ് ബി അല്ലെ? ഫോഴ്സ് നമ്മൾ കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ആര് മൂവ് ചെയ്യും? ബി ആയിരിക്കും മൂവ് ചെയ്യുക. ഏറ്റവും അവസാനം നമ്മൾ നല്ല എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ സി എന്ന് പറയുന്ന ഒബ്ജക്ട് മൂവ് ചെയ്യുള്ളൂ. കാരണം എന്താണ്? മാസ് ഓഫ് എ ഇസ് ലെസ് ദാൻ മാസ് ഓഫ് ബി ആൻഡ് ഇറ്റ് ഇസ് അഗൈൻ ലെസ് ദാൻ മാസ് ഓഫ് സി. ഇവൻ ദോ ദർ ഇസ് നോ ഡയറക്റ്റ് കോറിലേഷൻ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടുമ്പോൾ എന്ത് കൂടും? അതിന്റെ ഇനേർഷ്യയും കൂടും എന്നാണ് പറയുന്നത്. ഇനേർഷ്യ എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് കംസ് ഫ്രം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നാണ് എന്ത് വരുന്നത്? ഇനേർഷ്യ വരുന്നത്. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് അറിയാമോ? എവറി ബോഡി continues to be in a state of rest or uniform motion unless acted upon by an external unbalanced force. Every body continues to be in a state of rest or uniform motion unless acted upon by an external unbalanced force. അതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. There are three types of inertia. There are three types of inertia. എന്തൊക്കെയാണ്? Inertia of motion, inertia of motion, inertia of rest and inertia of direction. Inertia of motion എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചലനത്തെ നമ്മൾ നിർത്താൻ ശ്രമിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ചലനം അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് വസ്തു ആഗ്രഹിക്കുന്നു, അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ടാകുന്നു. എപ്പോഴാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ടാകുന്നത്? ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നു? അത് റെസ്റ്റിൽ തന്നെ തുടരാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ? ഒരു വസ്തു ഒരു ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡയറക്ഷനെ മാറ്റാൻ നോക്കിയാൽ ആ ഒബ്ജക്ട് എന്ത് ചെയ്യും? നമ്മുടെ ആ എതിർക്കുന്ന ടെൻഡൻസി, അതിനെ നമ്മൾ ഡയറക്ഷൻ മാറ്റാൻ നോക്കിയാൽ എന്ത് ചെയ്യും? അത് എതിർക്കും. അപ്പൊ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വസ്തുവിന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ എന്താണ് ചെയ്യുക? അത് എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക? അത് അപ്പൊ തന്നെ എന്ത് ചെയ്യില്ല? ഇങ്ങനെ പോവില്ല. ഇങ്ങനെ പോവോ? അപ്പൊ തന്നെ അത് പോവില്ല. പകരം എന്താണ് ചെയ്യുക? ഇറ്റ് വിൽ ടേക്ക് എ സ്മോൾ ടേൺ. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? ഒബ്ജക്ട് പോവുക, ഡ്യൂ ടു ദി ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഇനേർഷ്യ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഫിനോമിനൻ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനേർഷ്യ, മൊമെന്റം, ഫ്രിക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. Okay, let's move on to the next question. Which among the following is not a SI based quantity? Which among the following is not a SI based quantity? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നോട്ട് എന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, പല ചോദ്യങ്ങളിലും ശരിയല്ലാത്തത് ഏത് എന്നുണ്ടാവും. നമ്മൾ എക്സാമിന് ഇരിക്കുകയാണ്, നമ്മൾ നല്ല ടെൻസ്ഡ് ആണ്, നമുക്ക് കുറച്ച് സമയമുള്ളൂ, നമുക്കാണെങ്കിൽ ഏറ്റവും കൂടിയ ചോദ്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യനിലേക്ക്, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആദ്യം മറ്റത് ചെയ്യണം, ഇത് ചെയ്യണം, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പല പ്രശ്നങ്ങളും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നേരിടും. ഓക്കെ, അതിലൊന്നും നിങ്ങൾ ട്രാപ്പിൽ വീഴുന്ന ഓരോ ചോദ്യവും ഫുൾ കോൺസെൻട്രേഷനോടുകൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ ചോദ്യത്തെയും, അത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ കോൺസെൻട്രേഷൻ. ഒരു ചോദ്യം വായിക്കുമ്പോൾ അതിന് മുന്നേ പോയ ക്വസ്റ്റിനോ അല്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്ന ക്വസ്റ്റിനെ പറ്റി നിങ്ങൾ വറി ചെയ്യരുത്. ജസ്റ്റ് ആ ക്വസ്റ്റിനെ പൂർണ്ണമായി നിങ്ങളുടെ അറ്റൻഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ വിച്ച് among the following is not a SI based quantity എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? Yes. Good moon piece. എന്താണ് ആൻസർ? It is B, the electric potential. അല്ലെ? There are 7 fundamental quantities as we know. There are 7 fundamental quantities. ഏതൊക്കെയാണ് അറിയാമോ? 7 fundamental quantities അറിയാമോ? I'll write the quantities. You just tell me the units. Okay, I'll write the quantities. Please give me the units. Okay, mass. Yes, length. Yes, good Avinash. Good. Okay, time, temperature, current, luminous intensity, and amount of substance. കിട്ടിയോ? ഇതാണ് നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. യെസ്, give me the units.
Yes, very good, very good. Mass is kilogram. Very good. M. Yes, yes, yes. Length is meter. Yes. Time is second. Good, good, good. Temperature is Kelvin. Yes, temperature is Kelvin. Yes, current is ampere. Yes, yes, Avinash. Current is ampere. Yes, Moonpiece. Yes, this is luminous intensity is candela, CD. And yes, yes, it is the moon. Very good, very good, very good. രണ്ടാളും വെരി ഗുഡ്. എല്ലാം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് എന്താണ്, മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാത്തവയാണ് ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഡിറൈവ് ചെയ്തെടുക്കാൻ. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, very good, Nidhin. Kilogram, meter, second, Kelvin, ampere, candela, and mole. Yes, very good, Nidhin. Very good. Okay, yes. Let's move on to the next question. Weakest force in nature is dash. നമുക്കറിയാം 4 തരം ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് നേച്ചർ ഉള്ളത്. അതാണ് ഈ 4 ഓപ്ഷൻസ്. ഓക്കെ, അതും കൂടി പറയാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 4 തരം ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ലോകത്തുള്ളത്. ഏതൊക്കെയാണ്? 1 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, 3 ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, 4 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഈ 4 തരം ഫോഴ്സ് ആണ് ഇവിടെ ഉള്ളത്, നമ്മുടെ പ്രകൃതിയിൽ മൊത്തമായിട്ട് ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ് അറിയാമോ? Which among the following is the weakest force in nature? ഏതാണ്? കമന്റ് ചെയ്യൂ. ഏതാണ് weakest force in nature? It is the gravitational force. Gravitational force ആണ് ഇത് weakest force in nature ആയിട്ട് വരുന്നത്. Yes, very good, Nidhin. It is gravitational force. Gravitational force ആണ് എന്ത് weakest force in nature ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ ഫോഴ്സും എന്താണ്, നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ, പക്ഷെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. യെസ്, മൂൺ പീസ്, വെരി ഗുഡ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ എന്താണ് പറയുന്നത്? Every object in the universe attracts every other object with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. So we will get it as F is equal to G m1 m2 by r square. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വ സിദ്ധാന്തം, ഇതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇവൻ ദോ ദർ ഇസ് എ ഫോഴ്സ്, പക്ഷെ എന്താണ് ഈ ജിയുടെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് അറൌണ്ട് 10⁻⁻11 അല്ലെ, നമുക്ക് കിട്ടിയത് 10⁻⁻11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, വിച്ച് മീൻസ് ദ ഫോഴ്സ് ഇസ് വെരി ലെസ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കുണ്ട്. ഒരു നെഗറ്റീവ് ചാർജിനെ നമ്മൾ അടുത്തുകൊണ്ടെന്ന് എന്ത് സംഭവിക്കും, ഒരു റിപ്പൽ ചെയ്യും അല്ലെ, ഇയാൾ ഈ സൈഡിലേക്ക് മാറ്റി ആ സൈഡിലേക്ക് പോകും. ഇനി ഒരു പോസിറ്റീവ് ചാർജിനെയും ഒരു നെഗറ്റീവ് ചാർജിനെയും കൊണ്ടുവന്നാലോ, ഇവർ അട്രാക്ട് ചെയ്യും അല്ലെ. അതെന്താണ്, ഫോഴ്സുകൾ തമ്മിൽ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അട്രാക്ഷൻ റിപ്പൽഷൻ പോസിബിൾ ആവുന്നത്. അപ്പൊ ഞാൻ ഒരു മാസുള്ള വസ്തുവാണ്, എന്റെ പേന ഒരു മാസുള്ള വസ്തുവാണ്, പക്ഷെ അതുകൊണ്ട് എനിക്ക് അതിലൂടെ ഒരു അട്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നില്ല, ഉണ്ട്, there is a gravitational force, ബട്ട് എന്താണ് അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, because that is very weak in nature. So the answer is gravitational force. Yes, one piece gmm by r square. Very good. Yes, that is the equation. Okay, let's move on to the next question. In a projectile motion, maximum horizontal range is obtained when angle of projection is dash. നമ്മൾ നേരത്തെ പ്രൊജക്ടൈൽ മോഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ വാട്ട് ഇസ് ദ മാക്സിമം റേഞ്ച് ഒബ്റ്റെയിൻഡ്, ഏത് ആംഗിൾ എറിയുമ്പോഴാണ് മാക്സിമം റേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യുക എന്നാണ് ചോദ്യം. There is an angle theta. Theta is the angle of projection. Okay, theta is the angle of projection. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഒരു തീറ്റയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റേഞ്ച് പോകുക മാക്സിമം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. തിരശ്ചീനമായ ദൂരമാണ് എന്ത് റേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. യെസ് ഗുഡ്. യെസ് മൂൺ പീസ്. യെസ് അവിനാഷ്. ദ ആൻസർ ഇസ് 45 ഡിഗ്രി. ഇക്വേഷൻ അറിയാമോ? ഡു യു നോ ദി ഇക്വേഷൻ? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാമോ? ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് എന്ത് ആറായിട്ട് വരുന്നത്. ഇനി മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും കിട്ടണമെങ്കിലോ, ടൈം ഓഫ് ഫ്ലൈറ്റും ഓർ മാക്സിമം ഹൈറ്റും കിട്ടണമെങ്കിലോ, ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ 2 തീറ്റ സൈൻ 90 ഈക്വൽ ടു 1 കിട്ടും.
R is equal to U square by G now. അതാണ് maximum value. That is the right answer. What you said is very, very correct. What about time of flight and maximum height? അത് രണ്ട് maximum ആണെങ്കിലോ? Time of flight maximum ആണെങ്കിൽ അല്ലെങ്കിൽ height maximum ആണെന്ന് എന്ത് ചെയ്യണം? The theta must be equal to 90 degree. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നേരെ മുകളിലേക്ക് എറിഞ്ഞാലാണ് എന്ത് ചെയ്യുക? യെസ്, വെരി ഗുഡ്. യെസ് നിതിൻ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നേരെ മുകളിലേക്ക് എറിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഹൈറ്റും എന്താവുക? മാക്സിമം ആയിട്ട് വരിക. ഓക്കെ, ഇറ്റ്സ് 45 ഡിഗ്രി ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റിനും മാക്സിമം ഹൈറ്റിനും രണ്ടിനും എന്താണ്? ഇറ്റ് ഇസ് മുകളിലേക്കാണ്. യെസ്, 2u sin theta by g. യെസ്, ദാറ്റ്സ് വൺ ഇക്വേഷൻ ആൻഡ് u square sin square theta by 2g. അതാണ് എന്ത് അടുത്ത ഇക്വേഷൻ. ഓക്കെ, അത് ടൈം മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് പ്രൊജക്റ്റിൽ ഒരുപാട് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In 1921, Albert Einstein was awarded the Nobel Prize for the study of dash. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ചോദ്യകർത്താക്കളുടെ, അതായത് ക്വസ്റ്റ്യൻ മേക്കേഴ്സിന്റെ ഫേവറേറ്റ് സാധനമാണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഹി ഗേവ് ദി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. അറിയാലോ, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന ഇക്വേഷൻ തന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഹി വാസ് എ വെരി റിനൗണ്ട് സയന്റിസ്റ്റ്. റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതുപോലെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ തന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അത് ഏത് കാര്യത്തിന് കണ്ടുപിടുത്തത്തിന് വേണ്ടിയാണ് അറിയാമോ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്, മാസ് എനർജി റിലേഷൻ ഓർ ആറ്റം മോഡൽ? Yes, Nidin Gobi. Yes, Avinash, your answer is correct. It is B, the photoelectric effect. Yes, it is the photoelectric effect. Moon piece, ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. It is photoelectric effect, not the mass energy relation. ഇത് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇഫക്ട്സും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇത് രണ്ടിനും അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. He got Nobel Prize for photoelectric effect. ഓക്കെ, കാരണം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഐൻസ്റ്റീനോട് നമ്മൾ എപ്പോഴും ബന്ധപ്പെടുത്തി വെച്ചേക്കുന്ന മാസ് എനർജി റിലേഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് അത് എഴുതാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. നിങ്ങൾ ഒരിക്കലും ആ ട്രാപ്പിൽ വീഴരുത്. ആൻസർ ഇസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. ഓക്കെ, സോ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗോട്ട് ദ നോബൽ പ്രൈസ് ഇൻ 1921. ഇയറും കൂടി നോക്കി വെക്കാം, 1921, ഫോർ ദി ഇൻവെൻഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്. ഒരു മെറ്റൽ സർഫേസിലേക്ക് ഫോട്ടോൺസ് വന്ന് പതിക്കും. എന്ത് ചെയ്യുന്നു? അത് അതിന്റെ തത്തുല്യമായ എനർജിയിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് റിലീസ്ഡ് ആവുന്നു എന്നാണ് ആര് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് പറയുന്നത്. വിച്ച് മീൻസ് ലൈറ്റ് ഹാസ് എ പാർട്ടിക്കിൾ നേച്ചർ. അല്ലെ, ലൈറ്റിന് ഒരു പാർട്ടിക്കൽ നേച്ചർ ഉള്ള ഇവിടെ തട്ടിയിട്ട് അടുത്ത സ്ഥാനത്തെ പുറത്തേക്ക് കളയാനായിട്ട് പറ്റുന്നത്. അല്ലെ, സോ ദർ ആർ ഫോട്ടോൺസ്. ഫോട്ടോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കൂടി ഐഡന്റിഫൈ ചെയ്ത ലൈറ്റിന്റെ പാർട്ടിക്കൽ നേച്ചർ ഐഡന്റിഫൈ ചെയ്ത എഫക്ട് ആയിരുന്നു ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്? ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെൻറി ഇസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. യൂണിറ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് ഹെൻറി ഇസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. എന്തിന്റെ യൂണിറ്റ് ആണ് ഹെൻറി? ഹെൻറി ഇസ് ദ യൂണിറ്റ് ഓഫ് ഹെൻറി ഇസ് ദ യൂണിറ്റ് ഓഫ് ഹെൻറി ഇസ് ദ യൂണിറ്റ് ഓഫ് ഓപ്ഷൻസ് പറയൂ, ഉത്തരം പറയൂ. ഓപ്ഷൻ എ കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ഇൻഡക്ടൻസ്, ഓപ്ഷൻ ഡി റിയാക്ടൻസ്. എന്താണ്? ഇറ്റ് ഇസ് സി ഇൻഡക്ടൻസ്. ഇറ്റ് ഇസ് സി ഇൻഡക്ടൻസ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഇസ് ഫാരഡ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റോ? ഇറ്റ് ഇസ് ഓം. വാട്ട് അബൌട്ട് ഇൻഡക്ടൻസ്? ഇറ്റ് ഇസ് ഹെൻറി. അതുപോലെ തന്നെ എന്താണ്? റിയാക്ടൻസ് എന്താണ്? ഓം തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയാം. റിയാക്ടൻസ് ഇൻ ദ സെൻസ് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇംപെഡൻസ് എന്നൊക്കെ പറയില്ലേ, അതാണ് റിയാക്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഗുഡ്. യെസ്, ഇറ്റ് ഇസ് ഇൻഡക്ടൻസ്. വെരി ഗുഡ്. ഇനി മറ്റ് കുറച്ച് യൂണിറ്റുകളും കൂടി ഞാൻ പറയാം. അതൊക്കെ എന്തിനാണ് നിങ്ങൾ പറയണേ? പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂള്, കാൻഡല നിങ്ങൾക്ക് അറിയാലോ അല്ലെ, എന്നാലും എഴുതാം. കാൻഡല, വാട്ട്, വോൾട്ട്, ന്യൂട്ടൺ, ഓഫ് കോഴ്സ് ന്യൂട്ടൺ, ആൻഡ് ഇതൊക്കെ ആളുകളുടെ പേരുകളാണ് അല്ലെ. ഈ ആളുകളുടെ പേരുള്ള യൂണിറ്റുകൾ ചോദിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. ആളുകളുടെ പേരുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പാസ്കൽ ഇസ് ദ യൂണിറ്റ് ഓഫ്, ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ, കമന്റ് ചെയ്യൂ. ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ് ആണ്? ആംപിയർ ഇസ് ദ യൂണിറ്റ് ഓഫ് കറന്റ്. നമ്മൾ പഠിച്ചതാണ്. കറന്റ് ആണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് അടുത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കാൻഡലയാണ്. കാൻഡല ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. Yes, very good. Pascal is the unit of pressure. Very good, Avinash. What is the unit of joule? Joule. Yes, good, Nidin. എന്താണ് ജൂൾ? എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ്? ജൂൾ ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി.
അല്ലെ? എനർജി, അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ ഹീറ്റ്. മൂന്നിന്റെയും യൂണിറ്റ് എന്താണ്? ഇറ്റ്സ് ഓൾ ജൂൾ. ഓക്കെ, യെസ് 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 യെസ്. കറന്റ്, പ്രഷർ, യെസ് 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 മോൺ പ്ലീസ് പറഞ്ഞോളൂ. ഓക്കെ, വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് വാട്ട് എന്നതിന്റെ യൂണിറ്റ് ആണ്? യെസ്, പവർ ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ? യെസ്. വാട്ട് അബൌട്ട് വോൾട്ട്? വോൾട്ട് എന്നതിന്റെ യൂണിറ്റ് ആണ്? വോൾട്ട് 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 വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്. യെസ് 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 യെസ്. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്. വാട്ട് ഇസ് വോൾട്ട് ഇസ് വോൾട്ടേജ് ആൻഡ് ന്യൂട്ടൺ ഇസ് ഫോഴ്സ്. ഫോഴ്സിന്റെയാണ് എന്ത് യൂണിറ്റ് ആയിട്ട് വരുന്നത്? ന്യൂട്ടൺ വരുന്നത്. വാട്ട് അബൌട്ട് കെൽവിൻ? കെൽവിൻ Kelvin is the unit of temperature. Okay, Kelvin is the unit of temperature. കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഏകദേശം ആളുകളുടെ പേരുള്ള യൂണിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും കൂടി പറയാം. ഹേർട്സ്. ഹേർട്സ്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഹേർട്സ്? അല്ല, ഹേർട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഓഫ് വാട്ട് ക്വാണ്ടിറ്റി ഈസ് ഹേർട്സ് യൂണിറ്റ് ഓഫ്? ഇറ്റ് ഇസ് ഫ്രീക്വൻസി. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രീക്വൻസി. ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. യൂണിറ്റുകൾ, പ്രത്യേകിച്ച് ആളുകളുടെ പേരുള്ള യൂണിറ്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഡാഷ് ഇസ് കോൺസ്റ്റന്റ്. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഡാഷ് ഇസ് കോൺസ്റ്റന്റ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? വെരി ഗുഡ് വെരി ഗുഡ്. നിതിൻ ഗോപി, മൂൺ പീസ്, അവിനാഷ്, മൂന്നാളും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് നാളെ പരീക്ഷ എഴുതാൻ പറ്റട്ടെ. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റട്ടെ. And in uniform circular motion ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? And we know that for a uniform circular motion we have a radius r. Okay, and ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ് അല്ലെ? ഓരോ പോയിന്റിലേക്ക് ഇത് എത്തുമ്പോഴും എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എന്ത് ചെയ്യും? മാറും അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ചസ് ഓൺ എവറി സിംഗിൾ പോയിന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, വാട്ട് അബൌട്ട് ഡിസ്റ്റൻസ് ട്രാവൽ? ഒരു റൗണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഫോർ സിംഗിൾ റൗണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? യൂണിഫോം സർക്കുലർ മോഷന്റെ ഒരു സിംഗിൾ റൗണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ അല്ലെ? ഇറ്റ് ഇസ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ വിച്ച് ഇസ് ഗിവൺ ബൈ 2πr അല്ലെ? 2πr എന്ത്? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ 2 കറക്കം കറങ്ങിയാലോ 2 × 2πr ചെയ്യണം അല്ലെ? 3 കറക്കം കറങ്ങിയാലോ 3 × 2πr ചെയ്യണം. വിച്ച് മീൻസ് n നമ്പർ ഓഫ് ടേൺസ് ചെയ്ത് കഴിഞ്ഞാൽ n × 2πr എന്തായി വരിക? ഡിസ്റ്റൻസ് ആയിട്ട് വരിക അല്ലെ? സോ ഇറ്റ് ഇസ് ഓൾസോ നോട്ട് കോൺസ്റ്റന്റ്. ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് ഓൾസോ നോട്ട് എ കോൺസ്റ്റന്റ്. വാട്ട് അബൌട്ട് വെലോസിറ്റി? വാട്ട് അബൌട്ട് വെലോസിറ്റി ഓഫ് ദി ബോഡി? വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഈവൺ ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യും? ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നു അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എവറി സിംഗിൾ പോയിന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? Velocity is also not constant അല്ലെ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ, വെലോസിറ്റി is a vector quantity, it has both magnitude and direction. അത് രണ്ടും എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഇവൻ ദോ കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ എന്ത് ചെയ്യും? ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യും ആസ് ദ ബോഡി ഈസ് അണ്ടർഗോയിങ് സർക്കുലർ മോഷൻ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഈസ് ഓൾസോ നോട്ട് കോൺസ്റ്റന്റ്. സോ വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് ദ ഓൺലി ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഇസ് സ്പീഡ്. മനസ്സിലായോ? സ്പീഡ് ഓഫ് ദ ബോഡി വിച്ച് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി അല്ലെ? സ്കേലാർ ക്വാണ്ടിറ്റി വിത്ത് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ അല്ലെ? ദർ ഇസ് നോ ഡയറക്ഷൻ. അങ്ങനെയുള്ള ആ ക്വാണ്ടിറ്റി മാത്രമാണ് എന്താവുക? ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരിക. യെസ് നിതിൻ, യുവർ ആൻസർ കറക്റ്റ്. കിട്ടിയോ? ഒരു 15 മുതൽ 20 വരെ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് നിങ്ങളെ പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആക്കുക എന്ന രീതിക്കാണ് ചെയ്തത്. ഒരു റിവിഷൻ പോലെ ഇതിനെ എടുക്കുക. ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ബാച്ചിൽ ഉള്ളവരാണെങ്കിൽ ടെലിഗ്രാമിൽ കമന്റ് ചെയ്യുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ എയർപോർട്ട് അതോറിറ്റിയുടെ പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അതിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റി. അതായത് ഇപ്പോൾ സെക്ഷൻ വൈസ് ആയിരിക്കുമോ, അല്ലെങ്കിൽ സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഉണ്ടാവോ, അല്ലെങ്കിൽ സെക്ഷൻ വൈസ് ടൈം കട്ട് ഓഫ് ഉണ്ടാവോ, അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെന്ന് കഴിയും നിങ്ങൾക്ക് അപ്പം തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുക? ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇത് IBPS നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് സെക്ഷണൽ വൈസ് ടൈം കട്ട് ഓഫ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സെക്ഷൻ വൈസ് ടൈം കട്ട് ഓഫ് ഇല്ലെങ്കിൽ വളരെ ലോജിക്കലി എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഏറ്റവും കുറവ് സമയം വേണ്ടത് ആദ്യമേ എഴുതി തീർക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ അറ്റംപ്റ്റ് കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഏറ്റവും ആദ്യം എഴുതി തീർക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ജനറൽ നോളജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ഏതാണ്? അറിയെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, അങ്ങനെയുള്ളതല്ലേ? അതൊക്കെ എന്ത് ചെയ്യുക? ആദ്യമേ എഴുതി തീർക്കുക. ആദ്യമേ മാത്സ് ചെയ്യാതിരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, ടൈം ഇസ് ലിമിറ്റഡ്. ആ ഒരു ബോധം എപ്പോഴും എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം.
ഓക്കെ, ടൈം ഇസ് വെരി വെരി ലിമിറ്റഡ്. അത് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ പഠിച്ചതാണ് എന്നിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ കിട്ടും അല്ലെ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് സമയം കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ അങ്ങനെ വരുന്ന സാധനത്തിൽ ഒരു മിനിറ്റിൽ കൂടുതൽ സമയം ഒരിക്കലും കളയരുത്. ടൈം ഈസ് വെരി വെരി പ്രഷ്യസ്. വളരെ കോൺസെൻട്രേഷനോട് കൂടി, വളരെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്യുപ്ഡ് ആണ്, ഏറ്റവും നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാം വോണ്ട് ബി വെരി ടഫ്. അത്ര ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്ക് എഴുതാവുന്ന പരീക്ഷയായിരിക്കും. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല നല്ല മൈൻഡോട് കൂടി പോവാം. ഓക്കെ, ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട്, വീട്ടുകാരോടൊക്കെ നന്നായി നല്ല രീതിയിൽ അടിയൊന്നും ഉണ്ടാക്കാണ്ട്, ദേഷ്യമൊന്നും പെടാണ്ട്, നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി കൂളായിട്ട് പോവുക. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോവുക, കുറഞ്ഞെടുത്തിട്ട് അവിടെ പോയിരുന്നിട്ട്, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എന്താണ്, നമുക്ക് വയറ് വിശക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ പകുതി അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, യൂറിനിലൊക്കെ യൂസ് ചെയ്യുക, എല്ലാം ചെയ്ത് വളരെ പീസ്ഫുൾ ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. യു ഹാവ് വർക്ക് ദാറ്റ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, ദിസ് ഇസ് നത്തിങ് യു കാൺ ഗെറ്റ്. നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനമൊന്നും അല്ല, കിട്ടാക്കനിയൊന്നും അല്ല. നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് ഈ പരീക്ഷ എഴുതി പാസ്സാവുന്നത്. ഓക്കെ, വളരെ കൂളായിട്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാൻ പ്രാർത്ഥിക്കുന്നവർ, ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ച് പോയി പരീക്ഷ എഴുതുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. എല്ലാ ബെസ്റ്റ് വിഷസും അഡ 24/7 ഭാഗത്തും അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തും എല്ലാ ബെസ്റ്റ് വിഷസും നിങ്ങൾക്ക് പറയുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കോഴ്സ് അഡ 24/7 ഇനി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, Y757 എന്ന കോഡ് മറക്കാതിരിക്കും. ഓക്കെ, ആ കോഡ് ഉപയോഗിച്ചിട്ട് കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ലഭിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. ലൈവായിട്ട് നിന്ന് എല്ലാവർക്കും താങ്ക് യു. അതുപോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദ വെരി വെരി ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു.